മക്കളെ, ഫാബിഷ മിസ് ആണ്. അപ്പൊ ഇന്ന് മുതൽ ബിസിനസ് സ്റ്റഡീസിന്റെ ക്ലാസ്സുമായിട്ട് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. നമുക്ക് ബിസിനസ് സ്റ്റഡീസിന് 80 മാർക്ക് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം. അത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാർക്കിനും 8 മാർക്കിനും, അതായത് എസ്സേയും ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് പകരം നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അതോടൊപ്പം തന്നെ കണ്ടന്റ് നമ്മളെ കയ്യിൽ കിട്ടും. പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, എസ്സേക്കും ഷോർട്ട് എസ്സേക്കും ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് 10 എണ്ണം, അതായത് 1 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ്. ഇനിയും മിസ് എന്ത് ചെയ്യും, ഇതുപോലെ 10 ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വീണ്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് എന്ത് ചെയ്യുക, കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 10 എണ്ണം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചെയർമാൻ. നമ്മുടെ ബിസിനസ്സിലെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഏത് ലെവലിൽ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അറിയാം. 1 is ടോപ്പ് ലെവൽ, ആൻഡ് സെക്കൻഡ് 1 is മിഡിൽ ലെവൽ, ആൻഡ് തേർഡ് 1 is ലോവർ ലെവൽ. ഈ 3 ലെവലില് ചെയർമാൻ എന്ന് പറയുന്ന ആള് ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അല്ലെ, ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ വരും, ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരും. മിസ്സിന് അറിയാം അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മിസ്സിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഈ നമ്മുടെ പ്രൊമൈസസ്, അതായത് നമ്മുടെ ബിസിനസിന്റെ അകത്ത് ആരും സ്മോക്ക് ചെയ്യാൻ പാടില്ല. അതെന്താണ്, റൂളാണോ, പോളിസി ആണോ, സ്ട്രാറ്റജി ആണോ, പ്രൊസീജിയർ ആണോ? നമ്മൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്ത് പഠിച്ചതാണ്, ടൈപ്സ് ഓഫ് പ്ലാൻസ് പഠിച്ചതാണ്. സിംഗിൾ യൂസ് പ്ലാൻ ഉണ്ട്, സ്റ്റാൻഡിംഗ് പ്ലാൻ ഉണ്ട്. അതിൽ തന്നെ സ്റ്റാൻഡിംഗ് പ്ലാനിൽ വരുന്നതാണ് ആരൊക്കെ, ഈ റൂൾ ആയിക്കോട്ടെ, പോളിസി ആയിക്കോട്ടെ, സ്ട്രാറ്റജി ആയിക്കോട്ടെ, പ്രൊസീജിയർ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ പ്രൊമൈസസിൽ സ്മോക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞാല് അത് കുറച്ച് പേർക്ക് ചെയ്യാം, ബാക്കി കുറെ പേർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണോ? അല്ല, എല്ലാവരും എന്ത് ചെയ്യണം, അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തില് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പാടുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ എന്തിൽ വിടുന്നത്, റൂളിൽ പെടുന്നത്. അപ്പോൾ ഇതെന്താണ്, റൂൾ എന്ന് പറഞ്ഞ പ്ലാൻ ആണ് ഈ ഒരു സ്മോക്കിംഗ് നമ്മുടെ പ്രൊമൈസസിൽ പാടില്ല എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിയമിക്കുന്നത് ആരാണ്? ഇതിൽ ഈ താഴെ പറയുന്നതിൽ ഏത് മാനേജ്മെന്റ് ഫംഗ്ഷന്റെ ഡ്യൂട്ടി ആണ് അത് എന്നുള്ളതാണ്. പ്ലാനിംഗ് ആണോ, ഓർഗനൈസിംഗ് ആണോ, സ്റ്റാഫിംഗ് ആണോ, ഡയറക്റ്റിംഗ് ആണോ? അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അതിന്റെ ആൻസർ എന്താണ്, സ്റ്റാഫിംഗ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡ്യൂട്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണ്. എന്നാൽ റിക്രൂട്ട്മെന്റ് എന്തായിരിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്, സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണെന്നുള്ളത് അവര് അവിടെ തന്നിട്ടുണ്ട്. ആ ഒരു ഹിന്റിന്റെ ബേസിൽ റിക്രൂട്ട്മെന്റ് എന്ത് തരം പ്രോസസ് ആണെന്നുള്ളത് നമ്മൾ പറയണം അല്ലേ. നമുക്കറിയാം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലിസ്റ്റിൽ നിന്നും കുറച്ച് പേരെ മാത്രം, അതായത് നമ്മളെന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റീസ് ഉള്ള കുറച്ച് പേരെ മാത്രം സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്, സെലക്ഷൻ. അപ്പൊ നമ്മൾ സെലക്ഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്ത് വെച്ച ലിസ്റ്റിൽ നിന്നും കുറേ പേരെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാം. എന്നാൽ റിക്രൂട്ട്മെന്റ് എന്തായിരിക്കും, റിക്രൂട്ട്മെന്റ് ഇസ് ഓഫ് കോഴ്സ് പോസിറ്റീവ് പ്രോസസ് ആണ്. എന്തുകൊണ്ടായിരിക്കും, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് കമ്പനി എന്താ ഉദ്ദേശിക്കുന്നത്, ആസ് മച്ച് ആസ് പോസിബിൾ ആൾക്കാരെ കൊണ്ട് കമ്പനിയിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യിക്കുക. അതായത് നമുക്ക് എത്രത്തോളം കാൻഡിഡേറ്റ്സിന് കിട്ടാവുമോ അത്രയും പേരെ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ വെച്ച് ആരെയും ഒഴിവാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നമുക്ക് പറയാം, പോസിറ്റീവ് പ്രോസസ് ആണെന്ന് പറയാം. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറേ പോയിന്റ്സ് എന്ത് ചെയ്തു, കവറപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു 10 മിനിറ്റിന്റെ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കുറേ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് 1 മാർക്ക് ആൻസർ ചെയ്യാൻ ഉപയോഗിക്കാം, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഉപയോഗിക്കാം, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും ഉപയോഗിക്കാം. അപ്പൊ മക്കള് ഈ ഒരു 10 മിനിറ്റിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതും എന്താണ്, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസേഷൻ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പി എന്താണ്, ജി എന്താണ്, അതായത് ബിയും സിയും ഓപ്ഷൻസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ 3 ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, LPG. നമ്മൾ ഒരുമിച്ച് LPG എന്ന് പറയും. അതിൽ എൽ ലിബറലൈസേഷൻ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ പിയും ജിയും എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികളൊക്കെ അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളത് മിസ്സിന് ഉറപ്പാണ്. പി പ്രൈവറ്റൈസേഷൻ ആണ്, ആൻഡ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്ലോബലൈസേഷൻ ആണ്. നമുക്ക് ഇവരെ ഒരുമിച്ച് LPG എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് അതർവൈസ് കോൾഡ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റണ്ണിങ് ആണ്.
ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, താഴെക്കിടയിലുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അയാൾ കാര്യങ്ങൾ അയാളുടെ ഏറ്റവും സുപ്പീരിയർ ആരാണോ അയാളോട് പറയും, അയാൾ എന്ത് ചെയ്യും, മുകളിലേക്ക് അറിയിക്കും. അങ്ങനെ ഒരു ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വേറൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളൊരു ഫ്രണ്ട്ലി മാനറിൽ എല്ലാവരോടും ഇടപഴകുക, അല്ലെ? അതുകൊണ്ട് തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇതിൽ താഴെ പറയുന്ന ഈ ഓപ്ഷൻസിൽ ഏതായിരിക്കും മാച്ച്? ഗ്രേപ്പ് വൈൻ ആണല്ലേ. എന്താ ഗ്രേപ്പ് വൈൻ എന്ന് വിളിക്കാൻ കാരണം? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഗ്രേപ്പ് വൈൻ എന്ന് വിളിക്കാനുള്ള കാരണവും നമുക്കറിയാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആര് എന്ത് മെസ്സേജ് ആരോട് പറഞ്ഞു, അല്ലെങ്കിൽ ആരാണ് അതിന്റെ സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് അത് എൻഡ് ചെയ്യുന്നത് എന്നൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. മുന്തിരി വള്ളികൾ പോലെ ഇങ്ങനെ പിണങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആര് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചതാണ് വിത്ത് എ ഡയഗ്രാം, അല്ലെ? അതിന്റെ ഒരു ഡയഗ്രാം വരെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ ഡയഗ്രാം അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് ആൻസർ ചെയ്യാം. കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്ട് മാറ്റർ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഐഡിയ വേറൊരാളായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഷെയർ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ എന്താ വിളിക്കുക? മെസ്സേജ് എന്നാണ് വിളിക്കുക. നമുക്കിപ്പോൾ പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ഫോണിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം മറ്റൊരാളോട് പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യത്തിന് നമ്മൾ എന്തെന്നാ പറയാ? മെസ്സേജ് എന്നാണ് പറയാ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫീച്ചർ ഓഫ് കൺട്രോളിംഗ് ഏതാണ്? താഴെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൺട്രോളിംഗിന്റെ ഫീച്ചർ എന്താണെന്നുള്ളതാണ് ചോദ്യം. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. കൺട്രോളിംഗിന്റെ ഫീച്ചേഴ്സും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. നോക്കാം. പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ലുക്കിംഗ് ആണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. എന്നാൽ കൺട്രോളിംഗിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? റിവ്യൂയിങ് ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്ത് അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് കൺട്രോളിംഗിന്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഇതിലെ കൺട്രോളിംഗിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? റിവ്യൂയിങ് ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞ ആക്ടിവിറ്റീസിനെ റിവ്യൂ ചെയ്യുക, എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കൺട്രോളിംഗിൽ വരുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് കറന്റ് അസറ്റ്. നമ്മൾ ബിസിനസ് സ്റ്റഡീസ് മാത്രമല്ല അക്കൗണ്ടൻസി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കറന്റ് അസറ്റിന് ഒരു എക്സാമ്പിൾ അല്ല, ഒരു 5 എക്സാമ്പിൾ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ കറന്റ് അസറ്റിന്റെ ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ലിക്വിഡ് ആൻഡ് കറന്റ് അസറ്റ് ഏതായിരിക്കും? ക്യാഷ് ആണല്ലേ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ആൻസർ എന്താണ്? ക്യാഷ് ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് among the following is the cheapest sources of finance? നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ്, എവിടെ നിന്നൊക്കെ ബിസിനസ്സിന് ഫണ്ട് റേസ് ചെയ്യാന്ന് പഠിക്കുന്നുണ്ട്. ബിസിനസ്സിന് ഏതർ എന്ത് ചെയ്യാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിലോ റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യാണ്ട് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കുറച്ച് പൈസ അവര് നമ്മുടെ ബിസിനസ്സിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോൺ എടുക്കാം ഒന്നെങ്കിൽ ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ചീപ്പസ്റ്റ് സോഴ്സ്? നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ആണ്, ഷെയർ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം കുറച്ച് പൈസ എന്താവും, നഷ്ടമാവും. അതുകൊണ്ട് തന്നെ അതിനൊക്കെ കോസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ തന്നെ മാറ്റി വെച്ചിട്ടുള്ള പൈസയാണ്. അതിന് നമുക്ക് കോസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. അപ്പൊ മിസ് ഇവിടെ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ഒരു 10 മിനിറ്റ് വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് 80ൽ എന്തായാലും ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ.